ഹായ് ഫ്രണ്ട്സ്, കിച്ചുമണീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ല മാമ്പഴം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പറമ്പിലുണ്ടായത് തന്നെയാണ്. മാമ്പഴം വെച്ചിട്ട് ഞാനിന്നൊരു കോല ഐസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായി മാമ്പഴമൊക്കെ ചെത്തി വെടുപ്പാക്കി കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കുകയാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ. മാങ്ങ തൊലി മുറിക്കാതെയാണ് ഞാനിത് കഷ്ണങ്ങളാക്കിയത്. ഞാനൊരു ഐഡിയ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത്. പക്ഷെ അതങ്ങടെ അത്ര ക്ലിയർ ആയില്ല. തൊലിക്ക് കനമില്ലാത്തതുകൊണ്ട് അതങ്ങടെ എയിമായില്ല. ഇങ്ങനെ മുറിച്ച് എടുത്ത് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് വന്നില്ല, ശരിയായില്ല അങ്ങനെ. പിന്നെ ഞാൻ ലാസ്റ്റ് തൊലി ചെത്തി തന്നെയാണ് കഷ്ണങ്ങളൊക്കെ ആക്കിയത്. പക്ഷെ ഇത്രയും ചെറിയ കഷ്ണം ആക്കേണ്ട കാര്യമില്ല. എന്തായാലും മിക്സിയിൽ അടിക്കാനുള്ളതാണ്. ഞാനങ്ങനെ ചെയ്ത് നോക്കിയെന്ന് മാത്രം. അതങ്ങനെ എയിമായില്ല. തൊലിക്ക് കനം കുറഞ്ഞിട്ടാണോ കൂടിയിട്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല. അല്ല, അങ്ങനെ കഷ്ണങ്ങൾ ആദ്യം രണ്ടെണ്ണം അങ്ങനെ ആക്കി നോക്കി. എന്നിട്ട് ശരിയായില്ല. പിന്നെ ഞാൻ തൊലി ചെത്തി മാങ്ങ എടുക്കുകയാണ് ചെയ്തത്. അതുപോലെ ആക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഫുള്ളായിട്ട് അങ്ങനെ കിട്ടിയില്ല. തൊലിയാണ് വേഗം പോരുന്നത് കണ്ടോ. എന്തായാലും തൊലിയൊക്കെ കളഞ്ഞ് മാങ്ങ വൃത്തിയായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. 2 കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ആ മിക്സിയിൽ ഇട്ടതിന് ശേഷം അതും ആ 2 കഷ്ണങ്ങൾ അരിഞ്ഞ് അതിലോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമല്ലേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം അരിഞ്ഞ് വെച്ചു. ബാക്കി മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ബാക്കി കഷ്ണങ്ങൾ എടുത്ത് വെച്ചു. അതിലേക്ക് ഞാനൊരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു. ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്തു. അടുത്തത് പഞ്ചസാരയാണ്. ഒരു 5-6 ടീസ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുണ്ടായില്ല മാങ്ങ, അതുകൊണ്ട് ഒരു 1.5 സ്പൂണോളം കോൺഫ്ലവർ പൊടിയും കൂടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതെല്ലാം ചേർത്ത് നന്നായി അടിച്ചെടുത്തു, മിക്സിയിൽ അടിച്ചെടുത്തു. നല്ല കുറുകിയിരുന്നോളൂല്ലോ, അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. സ്പാച്ചിൽ വെച്ച് നന്നായി വടിച്ചെടുത്താൽ മതി, നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും മിക്സിയിൽ നിന്ന്. ഞാനിനി ഇതാണ് അതിൻ്റെ പാകം. ഞാനൊരു കപ്പിലേക്ക് മാറ്റുകയാണ്. മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാകത്തിന് ആ കപ്പിലേക്ക്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തു. കുറച്ചും കൂടി കുഞ്ഞ കഷ്ണങ്ങളാണെങ്കിൽ നന്നായിരിക്കും. അതുകൂടി മിക്സ് ചെയ്ത് നമുക്ക് ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഐസ്ക്രീമിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് അറിഞ്ഞു പോയി. അങ്ങനെ വെച്ച് അതിൻ്റെ കോലും വെച്ച് കൊടുക്കുകയാണ്. സാധാരണ ഐസ്ക്രീം സ്റ്റിക്കാണ് വെക്കാറ്. എന്തായാലും ഈ പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചു. അടപ്പും വെച്ച് കിച്ചുമണിയാണെങ്കിൽ വളരെ പേടിച്ചാണ് അതിൻ്റെ ഉള്ളിലേക്ക് അടപ്പ് വെച്ച് അടയ്ക്കണത്. എത്ര പതുക്കെയാണോ ചെയ്യണത്. എന്തായാലും ഇതിപ്പോൾ രാത്രി എപ്പോഴാണ് ചെയ്തത്. കാരണം പകൽ ചെയ്താൽ എനിക്ക് തൊഴിലുണ്ടാവില്ല. ആയോ അമ്മയും ചോദിച്ചിട്ട്. അതുകൊണ്ട് രാത്രി ചെയ്ത് വെച്ച് നേരം വെളുത്ത് ഉച്ചയായപ്പോഴത്തേനാണ് പിന്നെ ഞങ്ങൾ ഇത് എടുത്ത് നോക്കിയത്. എന്തായാലും സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രീസറിൻ്റെ ഡോറില്ലാത്തതുകൊണ്ട് അതിൻ്റെ വളരെ ബുദ്ധിമുട്ടുണ്ട് കറക്റ്റ് ശരിക്കും അതൊന്ന് ആയി വരാനായിട്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് ആയോ എന്ന് ചോദിച്ചാൽ ആയെന്ന് പറയാം, ആയില്ലേന്ന് ചോദിച്ചാൽ ആയില്ലേ എന്നും പറയാം. അത് കറക്റ്റ് ഇതായിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ പറ്റി, നന്നായി. എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഐസ്ക്രീമല്ല, ഐസ്
മാമ്പഴ ഐസ്. പണ്ടൊക്കെ നമ്മൾ മാമ്പഴം ഐസ് അല്ലെങ്കിൽ കോലൈസ്, പാലൈസും ഒക്കെ കിട്ടാനായിട്ട് നോക്കി നിന്നിട്ടുള്ളൊരു കാലമുണ്ടല്ലേ. ആ മണിയടി ശബ്ദം കേൾക്കുമ്പോൾ പൈസ എടുത്തിട്ട് ഓടുക. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് 5 കശുവണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐസ് കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഓർമ്മകളിൽ മാത്രം. എല്ലാവർക്കും താങ്ക് യു.